അമ്മ കാണുന്നുണ്ടോ? ടി വി നിർത്തിയേക്കട്ടെ? ഓടി അടി അടി തരും മിന്നു. അടി 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 അവിടെ ഇരുന്നു. അടി അവിടെ ഇരിക്കും. അടി തരും. എടി എന്തിനാടി മിന്നു? ഇടി വഴക്കുള്ള ഇപ്പണ്ണ വഴക്കുണ്ടാക്കുന്നത്. അടി തരും. അവിടെ ഇരിക്കും. അവിടെ ഇരിക്കും. അവിടെ ഇരിക്കും വഴക്കാളി. ഹലോ ഡി പെണ്ണേ വഴക്കാളി. അവിടെ ഇരിക്കടി പെണ്ണേ വഴക്കാളി പെണ്ണേ. വഴക്കാളി പെണ്ണേ അടി അടിക്കടി. അടി തരും. അടി തരും. അവിടെ ഇരിക്കും. ഇരിക്കൂ. ആ അവിടെ ഇരിക്കൂ. അവിടെ ഇരിക്കൂ. നിനക്ക് എന്നാ വേണ്ടേ? സിംബച്ചേട്ടനെ വിളിച്ചേ. സിംബച്ചേട്ടനെ വിളിച്ചേ. എന്താ വാടി? എന്താ മോളെ? ഹായ് മോളെ. ദേ ചേച്ചിക്കുട്ടി വന്നു. വഴക്കാ രാവിലെ മിന്നു. രാവിലെ ബഹളവാ. എന്ത് ചെയ്യാനാ എനിക്കറിയില്ല. ഇന്ന് എന്തോ ഒരു ഇതാണ്. വല്ലാത്ത ബഹളം. എല്ലാവരും ലൈവ് ഇടുന്നു. ഒന്ന് ലൈവ് ഇടാമെന്ന് വിചാരിച്ച നമ്മളും. മിന്നു എനിക്ക് തോന്നുന്നു ഇവക്ക് ഹീറ്റിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു. ഡേ മിന്നു മിന്നു പെണ്ണേ മിന്നുവിനെ കാണുന്നില്ല എന്ന് വീഡിയോ ഇതേ കാണിക്കാം. ഇതാ കണ്ടാ കണ്ടാ ഇതുണ്ടാ ബഹളം. ആകെ ബഹളമയോ ഇത്. ഡേ കണ്ടാ കുങ്കളി മാറിയിട്ടില്ല. ഫുഡൊക്കെ കഴിച്ചോ മോളെ? ഞാൻ വെറുതെ എല്ലാവരും ലൈവ് ഇടുന്നു, ഞാനും ലൈവ് ഇട്ടത് നോക്കിയതാ. ആരെങ്കിലും വരുമോ എന്ന് കാണാൻ. സാധാരണ ആരും വരാറില്ല. ഒന്ന് നോക്കിയതാ ലൈവ് ഇട്ട്. ഫുഡ് കഴിച്ചോ മോളെ? അച്ഛനും അമ്മയും എന്ത് പറയണു? ഒന്നോ അതേ മോളെ സുഖമായിട്ടിരിക്കും. ഞങ്ങളിപ്പോൾ കാപ്പ് കുടിച്ചതേ ഉള്ളൂ. അമ്മയ്ക്കും കാപ്പ് കൊടുത്തു. അമ്മയുടെ രാജാവൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ബ്ലഡ് എടുക്കാൻ. രാവിലെ ഫാസ്റ്റിങ് വന്ന് ബ്ലഡെല്ലാം എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് കാപ്പ് താമസിച്ച പാൽക്കാപ്പി കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ദോശ ഇട്ട് കൊടുത്തു. ഞാനും ദോശ ഇട്ട് കഴിച്ചു. അപ്പോൾ ഇവള് ഈ കിടന്ന് ഭയങ്കര ബഹളം. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെന്ന് എനിക്കറിയില്ല, ഫുഡൊക്കെ കൊടുത്തതാണ്. പിന്നെ എന്തോന്നോ ഹീറ്റിങ്ങിൻ്റെ ആണോന്നറിയില്ല, ഏത് സമയത്തും ഇങ്ങനെ കിടന്നു. മോള് കഴിച്ചോ? ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്? ഓക്കെ ഇടി ഈ പെണ്ണ് പെണ്ണെ വാ വിളിക്കുന്നു. ഇപ്പം മുത്ത അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം മുത്തുമായിട്ടുള്ള ഒരു വഴക്ക്. മുത്ത ആ കാറിൻ്റെ ചുവട്ടിൽ ഇരിപ്പുണ്ട്, കാറിൻ്റെ അടിയിൽ.
ഞാനും കണ്ടെങ്കിൽ അതേ മോളെ, ആരും കണ്ടില്ലാന്ന് തോന്നുന്നു, അറിഞ്ഞില്ല. എന്ത് ചെയ്യാനാ, സാരമില്ല പോട്ടെ. ഞാൻ വെറുതെ നമ്മളുടെ ഇതിന് ലൈവ് വേണമെന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ടത്. ആരെങ്കിലും വന്നെങ്കിൽ, മോള് തന്നെ വന്നല്ലോ, അത് തന്നെ ഭാഗ്യം. പക്ഷെ മോളും അറിയത്തില്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്തോ യാദൃശ്യമായിട്ട് അറിഞ്ഞതാ അല്ലേ, കണ്ടതാ. ഒരു ലൈക്ക് തരണേ. ഒരു ലൈക്ക് തരുമോ? പിന്നെ എന്നൊക്കെയുണ്ട് മോളുടെ പണിയൊക്കെ കഴിഞ്ഞോ? ഈ ലൈവ് വന്നു കഴിഞ്ഞാൽ പണിയൊക്കെ എങ്ങനെയാ? മിന്നുസേ, ഡി ഇപ്പം മിന്നു പണിയുണ്ട്. കടിക്കും നമ്മളെ. ചെറുതായിട്ട് വേദനിപ്പിക്കത്തില്ല, പക്ഷെ അവളിങ്ങനെ കളിച്ച് 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 കടിക്കും. ഈ മിന്നു, കുസൃതി പാറു മുത്തിതേ കാറിൻ്റെ അടിയിൽ ഇരുന്ന് നോക്കുന്നുണ്ട്. കണ്ട, പേടിച്ചിട്ടാ. കണ്ട, ഈ കയറി പോന്നോ? എൻ്റെ അടുത്തിരിക്കുകയാണോ? എവിടെ ഇരുന്നു കേട്ടോ മോൾ, അവിടെ ഇരുന്നു. എന്താ നോക്കിയിരിക്കുന്നത്? മുത്തിനെ കണ്ടെന്ന് തോന്നുന്നു. മുത്ത് അവിടെയല്ലേ അമ്മ? ഓ ഓ ഓ വേണ്ട, അവിടെ ഇരുന്നു. അതേ മോളെ, ആ സ്ക്രീനിൽ 2 വട്ടം ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു മോളെ. മോൾക്ക് ബുദ്ധിമുട്ടാവുമോ വീഡിയോ? കുഞ്ഞായിച്ചേട്ടൻ്റെ കഥ. എടി പെണ്ണേ, എടി പെണ്ണേ, ഒന്ന് അടങ്ങിയിരുന്നേ. അവിടെ ഇരിക്കുക, അടങ്ങിയിരിക്കേ. എന്താ നിൻ്റെ പ്രശ്നം? നിൻ്റെ പ്രശ്നം എന്താ? ആകെ പോടെ ഇത്തിരിയേ ഉള്ളൂ, മരുന്ന് മാതിരിയാ. എന്നിട്ട് അവളുടെ എന്താ പ്രശ്നം നിൻ്റെ? എന്താ പ്രശ്നം മിന്നു? ഒടുത്ത് അടങ്ങിയിരിക്കത്തില്ല, റെസ്റ്റ്ലെസ്, പിരിവിരിപ്പാ. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥ കണ്ടോ? നല്ല തെളിഞ്ഞ കാലാവസ്ഥ. ആണ്, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. എടി ഒരിടത്ത് അടങ്ങിയിരിക്കടി പെണ്ണേ. ദേ മുത്തിനെ കണ്ടോ? മുത്തിനെ കണ്ട് ഇപ്പം കണ്ടോണേ. മുത്തിനെ കണ്ടാൽ കണ്ടോ, നോക്കുന്നുണ്ടോ? ഇല്ല, പോന്നു. ഇന്നെന്തോ നല്ല സ്വഭാവമാണ് കുട്ടിക്ക്. താങ്ക് യു മോളെ. കിടന്നു പോയി അവളവിടെ. ആരും വന്നില്ല ലൈവിൽ. ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ലൈവിൽ ആരെങ്കിലും വരുമോ? നമ്മളെയൊക്കെ കാണാൻ മോളെ പോലെ ഉള്ളവരല്ലേ വരുമോ, അല്ലാതെ ആര് വരാൻ? ആരും വരില്ല അല്ലേ മിന്നൂട്ടി? നമ്മൾ ലൈവിട്ട് ആരും വരില്ല. മിന്നുപ്പെണ്ണേ, മിന്നുക്കുട്ടിയേ, പൊന്നെന്ത് പൊന്നാ ഇപ്പം ചിലപ്പോൾ വരുമായിരിക്കും ഓടി. ഫുഡ് കൊടുക്കാനാന്ന് കരുതി. അവിടെ എവിടെയോ ഉണ്ടോ? പൊന്നനെ വിളിച്ചപ്പോഴത്തേനും എടുത്ത്. പൊന്നാ, നിന്നെ സമ്മതിച്ചേച്ച് വിളിക്കുന്നടാ. പൊന്നാ, ഇതുണ്ട്. പൊന്നാ, ഇത് വേണ്ടേ? നിന്നെ അല്ല വിളിച്ചേ. സിംബു ഇവിടെ എങ്ങാണ്ടുണ്ട്, എവിടെയാണെന്നറിയില്ല. ഇട്ടുത്താ അതിൻ്റെ ഇടയ്ക്കൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും, എന്തിനെങ്കിലും കാണുന്നുണ്ടോന്ന്. നോക്കി, ഇവളുടെ കാട്ടായം കണ്ടോ? കണ്ടോ? എന്തടി ഇത് കണ്ടോ? ഇത് കണ്ടോ? ഈ പെണ്ണിനെന്നെ കുറുമ്പ്. അയ്യോ, ഇനി അറിയിക്കാം കേട്ടോ മോളെ. പെണ്ണ് കുറുമ്പത്തി, എന്നെ കടിക്കല്ലേ. അയ്യോ, കണ്ടോ? എന്താന്ന് ഇവൾക്ക് ഇന്ന് പറ്റിയത്? ഇവളുടെ ഒരു സ്ക്രൂ അഴിഞ്ഞു പോയെന്ന് തോന്നുന്നു.
പട്ടായം തോന്നുന്നു, എന്താണെന്നറിയില്ല. അത് പേടിച്ചു പോയി. വാ മിന്നുക്കുട്ടി, വാ നീ വേണ്ടി നീ വന്നേ, ചോദിക്കട്ടെ കാര്യം. മിന്നു മോളെ നീ വന്നേ, എന്താ പേടിച്ച് ഓടിയേ? നീ വാ, ചോദിക്കട്ടെ എന്താ പ്രശ്നം, എന്താ നിൻ്റെ എന്താ? അവിടെ കിടന്നു. വട്ടായി പോയി അങ്ങനെ ഒരു പാട്ടില്ലേ മോളെ? ഏതൊരു പാട്ടില്ലേ? ഒരു ഷോർട്ട് ഇടാമല്ലോ, മിന്നുപ്പെണ്ണിന് വട്ടായി. ഇത് നോക്കി കണ്ടോ, മുത്തിനെ കണ്ടോണേ മുത്തിനെ കണ്ടാൽ അവളുടെ എക്സ്പ്രഷൻ കണ്ടോ ഇപ്പൊ കണ്ടോണേ. അതേ മോളെ, അങ്ങനെ വന്നതാ. അത് ചെയ്യാനാ എനിക്ക് അറിയില്ല ശരിക്കും ലൈവ് ഇടാൻ എങ്ങനെയാണെന്നുള്ളത്. നിനക്ക് മിന്നു നിൽക്കുന്നുണ്ടോ മോളെ? ഉണ്ടോ? മുത്തിനെ കണ്ടിട്ടോ, പാവം മുത്ത അതിൻ്റെ കീഴെ കാറിൻ്റെ അടിയിൽ ഇരിക്കുകയാണ്. കണ്ട, നോക്ക് പാല കണ്ടോ? അതുകൊണ്ടോ പമ്മി ഇരിക്കുക. അച്ചോ, നോക്ക്, ചോ കഷ്ടം. പാവം മുത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടോ? പേടിച്ച് വരണ്ടിരിക്കുക കണ്ട. അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, രാവിലെ കൊടുത്തത് ഇതായില്ല, തികഞ്ഞില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. രാവിലെ ഒരു 8 മണിയായപ്പോൾ കൊടുത്തതാണ്. ഇപ്പോൾ വിശക്കുന്നുണ്ടാവും. ഡ്രൈ ഫുഡ് കൊടുത്തിട്ട് വേണ്ട. മിന്നു കൊടുക്കും. മിന്നു കൊടുത്തിട്ട് ഏതായാലും നടക്കുക. സൈ ഇടുമ്പോൾ അവളൊന്നും എടുത്തിട്ട് കടിക്കാൻ അവളുടെ ഒരു കടിക്കേ ഉള്ളൂ ഇവള് ശരിക്കും പറഞ്ഞ. മിന്നു പെണ്ണേ, ഡി വഴക്കാളി പറ, കുറുമ്പി പെണ്ണേ, മിന്നു അല്ല മുത്തേ വാ മുത്തുക്കുട്ടി, അഴക്കാളി മുത്തു. മിന്നു അവിടെ ഇരുന്നു. എല്ലാവരും കാണുന്നുണ്ട് നിൻ്റെ. എല്ലാവരും അല്ല, സൗമ്യ ചേച്ചി മാത്രമേ കാണാനുള്ളൂ, വേറെ ആരും വന്നില്ല കുട്ടി. എന്ത് ചെയ്യാണ്, നമ്മളെ കാണാൻ ആരും വന്നില്ല കേട്ടോ, വേറെ ആരും വന്നില്ല. പിന്നെ അവളത് സേഫായിട്ട് വെച്ചിരിക്കുക. അവൾക്കറിയാം നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയല്ലേ, കുഞ്ഞുങ്ങളെയൊക്കെ അവൾ സേഫാണെന്നറിയാം. അതുകൊണ്ട് അവളിങ്ങനെ നടക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ വിലപ്പോവില്ല എൻ്റെ ചേച്ചിക്കുട്ടി. ഇതൊന്നും എൻ്റെ അടുത്ത് വിലപ്പോവില്ല ചേച്ചിക്കുട്ടി. വെറുതെ, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. ഞാനത്ര പൊട്ടിയൊന്നുമല്ല, പൊട്ടിക്കാളിയൊന്നുമല്ല. അതാ പൊന്നഞ്ചക്കൻ, പൊട്ടൻ, മരമണ്ടൻ. പൊന്നാ, പൊന്നനെ വിളിച്ച പൊന്നപ്പാ. ഇപ്പൊ സിംബയെ വിളിച്ച സിംബേ, നിന്നെ അല്ല പൊന്നാ പൊന്നപ്പാ. ഇപ്പൊ പൊന്നപ്പൻ വരും, പൊന്നാ. ഇന്നലെ കണ്ടൻ ഇതുവഴി എല്ലാം കറങ്ങി നടപ്പുണ്ടായിരുന്നു. രാത്രി ഞാൻ എത്ര തവണ എഴുന്നേറ്റുന്നു. അതേ വരുന്നു. ശിംബ വിളിച്ചപ്പോൾ ശിംബ വരുന്നുണ്ട്. പൊന്നഞ്ചേട്ടൻ വരുന്നില്ല. ആടി മോളെ കണ്ടോ മോളെ? ഇത്തിരി കുടവയറൊക്കെ ചാടിയിട്ടുണ്ട് കണ്ട ചെക്ക. എല്ലാം കാറിൻ്റെ അടി ഇതുണ്ടോ. ഇപ്പോൾ കണ്ടോണേ മിന്നു വഴക്കുണ്ടാക്കാൻ പോവാണ്. കണ്ടോ നോക്ക് പമ്മി പോകുന്നത്. പമ്മി പോവാ അവളോട് വഴക്കുണ്ടാക്കാൻ. അയ്യോ സിംബ പേടിച്ചു പോയി. നോക്ക് ഞാനൊന്ന് നോക്കട്ടെ.
അല്ല ശരി ആവില്ല. ഡീ മിന്നു, ശിവക്കുട്ടി, മിന്നു നിടി അവളെ ഓടിച്ചു. മുത്തായ പാവം കണ്ടോ, പാവം മുത്തു പോയി ഓടി കയറി അപ്പുറത്തെ വീടിൻ്റെ പോയിരിക്കുക കണ്ടോ, പാവം പേടിച്ചു. എന്ത് ചെയ്യാനാ? എന്നെ മോളെ മുത്തേ, നിന്നെ ഓടിച്ചോ? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അയ്യോ അയ്യോ അയ്യോ, കഷ്ടം കഷ്ടം. അതെ അതെ അതെ, അതാണ് 4 കാലും പറിച്ച് ഓടി ആ കണ്ടനെ കാണുമ്പം. ഭയങ്കര ധൈര്യശാലിയാ സിംബേ. മോനൊരു മര എന്താണ് മരവാഴയാണല്ലോടാ. എന്തെങ്കിലും കണ്ട സോൾവ് ചെയ്യുന്നതിന് മോനെ പേടിച്ച് ഓട്ടുക ഉണ്ടോ. മിന്നു തന്നെ ഇതുണ്ട്, അവളെ കുണുങ്ങി കുണുങ്ങി വരുന്നുണ്ട് കണ്ട. ഡി വഴക്കാളി. പൊന്നാ, പൊന്നപ്പാ, പൊന്നാ. നിന്നെ അല്ല വിളിച്ചേ, പൊന്നനെ വിളിച്ചേ. പൊന്നാ, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഇപ്പോൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചല്ലേ രാവിലെ. പൊന്നാ, നിന്നെ അല്ല വിളിച്ചത്. പൊന്നാ, നിന്നെ ആര് വിളിച്ചു? ആ ശരി ശരി, അമ്മക്കൊന്നന അതാ ഇത്ര പേടിച്ചത്. കിടക്കുക പേടിച്ച്. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. പേടിയില്ല കേട്ടോ. അവൻ പ്രതിരോധിക്കുക. ആ കണ്ടനെ ഇവരെ വല്ലതും ചെന്നാൽ ചാടിച്ചെല്ലും നമ്മുടെ ബലത്തിൽ ആണ്. ഷിംബേ, ഷിംബു, ഷിംബു, മിന്നു, മിന്നുവേ. അത് ഞങ്ങൾക്കറിയാം. പൊന്നപ്പൻ എങ്ങനെ MBBS കിട്ടിയെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് ചേച്ചിക്കുട്ടി പറയണ്ട. നോക്ക്, അയ്യോ പാവം, ഇതെന്താ കടിക്കുന്നേ? അച്ചോ, നഖമാണോ കടിക്കുന്നേ? പൊന്നാ, പൊന്നോ, പൊന്നപ്പാ, പൊന്നപ്പാ, നോക്കട്ടെ. പൊന്നാ, പശുക്കൂട്ടിനോട് പോകുന്നിടം മുഴുവൻ ഇതാണ്. ആരും അങ്ങോട്ടൊന്നും പോവാത്തോണ്ടേ പശുക്കൂടും മനുഷ്യൻ വരെ. പൊന്നാ, 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 പൊന്നപ്പാ. എന്നാ മോളെ മുത്തേ, എന്നാ മുത്തേ, എന്നാ മുത്തേ, എന്തേ? ആ കുശുമ്പി പാറു ഇരിക്കണു. അതെ അതെ അതെ, വലിയ ജാടയാണ്. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറിന് കാശ് കൊടുക്കണം. അല്ല, മണിക്കൂറിനല്ലല്ലോ, അവർക്കൊക്കെ വലിയ കാറ്ററോളജിസ്റ്റൊക്കെ വലിയ ആൾക്കാരല്ലേ. ആ അതെ, പൊന്നപ്പൻ വരുന്നുണ്ട്. ഉണ്ടോ, വിളിച്ചാൽ വരുന്നുണ്ട്. ഇത് എവിടുന്ന? ആ പൊന്നപ്പനെത്തി. ഞൊണ്ടൽ മാറിയിട്ടില്ല കണ്ട. ഇന്നലെ ഓടിച്ചതാ. വന്ന് കിടന്നു. ഇവിടെ ഇനിയിപ്പോൾ വിശപ്പായി. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. അത് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി സമയമായെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓടി വന്നത്. അതെ അതെ അതെ, എന്ത് വരുന്നാണോ അവിടെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുക. പുളിയോട് പുളി. ആകെ ക്ഷീണിച്ച് വശം കെട്ട് പോയി. എന്ത് ചെയ്യാനാ? എന്നാലും വിളിച്ചാൽ വരും കേട്ടോ, ഓടി വരുന്നുണ്ട്. ഇത് ഇവിടെ അടുത്ത് ഇവിടെ എവിടെയോ ആയിരുന്നെന്ന് തോന്നുന്നു. ഇത്ര വിളിച്ചു. പക്ഷേ മറ്റേത് 1-2 വിളിക്ക് വരേണ്ടതാണ്. സർക്കിട്ടല്ലായിരുന്നു ഇന്ന്. ഏതായാലും ഇവിടെ തന്നെ ഉണ്ട്.
ഞൊണ്ടി ഡോക്ടർക്ക് സുഖമാണോന്ന് പൊന്നപ്പ പൊന്നപ്പ ഞൊണ്ടി ഡോക്ടർക്ക് സുഖമാണോന്ന്? ആകെ കോലം കെട്ട് വശം കെട്ടിരിക്കുന്നവനാ. കണ്ടോ കടി ചെയ്തുണ്ടോ? ഇവിടെയൊക്കെ കടിച്ച് കണ്ടോ? ഇതുണ്ടോ ഇവിടെയൊക്കെ മുറിവുണ്ട് കണ്ടോ ഞൊണ്ടി ഡോക്ടർ കണ്ടോ? ഇനി അടുത്ത ഞൊണ്ടി ഡോക്ടറുടെ വക അടി. പോടാ പോടാ. ഡോക്ടർക്ക് സുഖമാണോന്ന്? ഞൊണ്ടി ഡോക്ടറെ സ്വന്തമായിട്ട് ചികിത്സിക്കാൻ കഴിവില്ലാത്തവനാണ്. ഹായ് ഹായ് ചേച്ചിക്കുട്ടി, സുഖമാണോ? ഗുഡ് മോർണിംഗ്. ഹായ് മോളെ, സുഖമാണോ? എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് തരണേ. സുഖമാണ്. ചേച്ചിയുടെ പേരെന്താണ് ഒന്ന് പറയാവോ? പറവൂര് മാഞ്ഞാലിലല്ലേ വീട്? അതെ അതെ, സുന്ദരൻ ഡോക്ടർ. അത് പക്ഷെ എന്ത് ചെയ്യാനാ, എന്തോ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വിളി ഉണ്ടായ മാതിരി ചാടി ഓടിയതാ. താങ്ക് യു. പേര് പറയുമോ ചേച്ചിക്കുട്ടിയുടെ? ഒന്ന് പേര് പറയുമോയെന്ന് ചോദിച്ചാൽ ചേച്ചിക്കുട്ടിയുടെ. അവിടെ നമ്മുടെ ഡോണ 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 ചേച്ചി സുഖമായിട്ടിരിക്കുന്നോന്ന് ചോദിച്ചേ. ഇന്ന് ഡോണ ചേച്ചിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞേ. മറ്റേ എന്നും കാണുന്ന പുഷ്പജ, നല്ല പേര്. ഇന്ന് മീൻ ചൂണ്ടയിടാൻ പോയില്ലേ? ഇന്ന് കിട്ടിയോ വല്ലോ? അത് ശരി. ചേച്ചി ലൈവ് വരാറില്ലേ? ചേട്ടൻ എന്തിയേ? പൊന്നപ്പ എല്ലാവരോടും ഇതാണ്. ഇന്നലെ എല്ലാവരോടും വിളിച്ചു. ഇന്ന് കണ്ടോ ഇന്നെന്താ ഇങ്ങനെ കിടക്കുന്നത്? പൊന്നാ ശിംബേ, ശിംബ, പൊന്ന പൊന്നപ്പ, ഹായ് പൊന്നപ്പ. പൊന്ന ഇതിങ്ങനെ ആലോചിച്ച് കിടക്കുന്നേ. നിൻ്റെ പെങ്ങൾ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. രാവിലെ എന്നെ കുറേ കടിയൊക്കെ തന്നു കണ്ടോ. അവൾക്ക് എന്തോ ഇളക്കമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരുന്നു ചേച്ചി? അയ്യോ, ആങ്ങളും പെങ്ങളും കൂടെ കടി. അത് പറയുമ്പോൾ പൊന്ന പേടിച്ചു പോയി. എൻ്റെ ദൈവമേ, അവൻ 1.25 ലൈവ് ഇടണം ചേച്ചി, എന്നാലേ വാച്ചിങ് അവർ കൂടുകയുള്ളൂ. അതുകൊണ്ട് ഞാനും അങ്ങനെ ഇടാറില്ലായിരുന്നു. അപ്പോൾ എന്താ പറയേണ്ടത്, എല്ലാവരും ലൈവ് ഇടണമെന്നാണ് പറയണത്. ഇപ്പോൾ എല്ലാവരും ലൈവിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈവ് ഇട്ട് ആരും വരാറില്ല പണ്ടൊക്കെ. പക്ഷേ ഇപ്പം എല്ലാവരും പറയണത് ലൈവ് ഇടണമെന്ന്. ലൈവ് ഇട്ടാലേ വാച്ചിങ് അവർ കൂടുകയുള്ളൂ. ഇത് എല്ലാവരും ഇവിടെ ഉണ്ട്. സിംബ മറ്റേ കണ്ണമ്പൂച്ചയാണെന്ന് കരുതി അവനോട് മുറുമാൻ ചെല്ലുന്നു. പൊന്നെ, എടാ നിനക്ക് കണ്ണും കണ്ടുകൂടേടാ? എനിക്കൊരു മോനേ ഉള്ളൂ, അവൻ പഠിക്കുകയാണ്. പിന്നെ ഇതൊക്കെയാണ് മക്കൾ എല്ലാവരും. ഇതുണ്ടോ കാല് കടിച്ചു കണ്ടോ? ആ കണ്ടം കടിച്ചതാ. എത്രയും പെട്ടെന്ന് ഇടണം ചേച്ചി, മടി വിചാരിക്കേണ്ട. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് അത് വരുന്നവർ മതി. പക്ഷെ എന്നാലും നമ്മൾ ലൈവ് ഇടണം. ഈ ചൂണ്ടയിടാൻ പോകുന്നതൊക്കെ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണും. അതെ ചേച്ചി, അവന് ബിടെക്കിന് പഠിക്കുകയാണ്, 3rd ഇയർ. മിന്നുവിന് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പൊന്ന. അവൻ വെറുതെ കിടക്കുകയായിരുന്നു. അവൻ്റെ ദേഹത്തോട്ട് അവൾ ചാടി. അവൻ പേടിച്ചു പോയി. സിംബയെ കണ്ടപ്പോൾ അവന് കണ്ണ് കാണത്തില്ല. ആ കണ്ടം പൂച്ചയാണ്, ഒരേ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ പേടിച്ച്. ചേച്ചി ലൈവ് വരണം കേട്ടോ, ഞാനും വരാം.
ഞാൻ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ലൈവിൽ പോകുമ്പോൾ ഞാൻ കയറാറുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി ഒരു ലൈക്ക് അടിച്ചിട്ടെങ്കിലും പോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്രയും ഇത് കിട്ടും, വാച്ചിങ് അവർ കിട്ടും. എല്ലാവരും ലൈവ് വരുമ്പോൾ, അപ്പോൾ ചേച്ചി വരുമ്പോഴും അത് അത്രയും നമുക്ക് വാച്ചിങ് അവറാണ് കിട്ടുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ ഷോർട്സ് ഒക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനേ പറ്റുള്ളൂ. പിന്നെ വീഡിയോസും ലൈവും ഒക്കെയാണ് നമ്മുടെ വാച്ചിങ് അവർ കയറുന്നത്. എനിക്ക് ഓണത്തിൻ്റെ എനിക്ക് ഇത് വന്നു, ഓണത്തിൻ്റെ വീഡിയോസൊക്കെ ആയിട്ടാണ് മോണിറ്റൈസേഷനൊക്കെ ആയത്. ശരി, ഞാൻ ലൈവ് വരുമ്പോൾ വരാം ചേച്ചി. ഞാൻ നേരത്തെ കൂട്ടി അറിയിക്കത്തില്ല ലൈവ് വന്നതൊന്നും. പക്ഷെ ചേച്ചി ലൈവ് ഇടുമ്പം എന്താ പറയണ്ടേ, എന്താ പറയണ്ടേ, നേരത്തെ ഒന്നും ഒരു പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇടണം. അല്ലെങ്കിൽ ഷോർട്സ് ഇടുമ്പോൾ അത് ഇങ്ങനെ ലൈവ് വരുന്നുണ്ടെന്ന് കാണിക്കണം. ഞാനും 2 വർഷമായി ഇതായിട്ട്. ഇടയ്ക്ക് എന്താ പറയണ്ടേ, ഞാൻ ഇടയ്ക്ക് കുറേ നാൾ ഇടാതിരുന്നു. പിന്നെ നമ്മുടെ 1-2 പേര് 2-3 പേരിങ്ങനെ സ്ഥിരം അവരുടെ പേഴ്സണലായിട്ട് നമ്പർ അറിയാമായിരുന്നു. അവരിങ്ങനെ വിളിച്ച് എന്നെ എപ്പോഴും ഇടാനും എന്താ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇട്ട് തുടങ്ങി. ഞാൻ തീർച്ചയായിട്ടും സബ് ചെയ്തല്ലോ. ചേച്ചിയുടെ എല്ലാം സബ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും എനിക്കിത് ആദ്യമേ വരുമ്പം തന്നെ ഞാനത് കാണുമ്പം തന്നെ ഞാൻ കാണാറുണ്ട്, ലൈക്ക് അടിക്കാറുണ്ട്, കഴിവതും കമൻ്റ് ഇടാൻ നോക്കും. ചേട്ടൻ എന്ത് ചെയ്യും? ഇന്ന് രാവിലെ ചേട്ടനാണ് ഞാൻ കണ്ടത്. ചേട്ടൻ പിന്നെ ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ. ഇന്നലെ ആ ബിരിയാണി ഉണ്ട് കേട്ടോ, മസാലകളൊന്നും ഇല്ലാത്ത നല്ല രസമുണ്ട്. ഞാനിനി അതൊന്ന് ട്രൈ ചെയ്യും. മോൻ വന്നിട്ട് വേണം അതൊന്ന് വേറെ ആരുമില്ല ഇവിടെ. ബാക്കിയുള്ള അമ്മയൊക്കെ പക്ക വെജിറ്റേറിയൻസാണ്. അപ്പം ഞാനും അമ്മയും ഇപ്പം മാത്രമേ ഉള്ളൂ. അപ്പം കൊച്ചു വരുമ്പം വേണം ഇനി ഒന്ന് ഉണ്ടാക്കാൻ. അതെയോ? ചേട്ടനോട് അന്വേഷണം പറയണേ. ഞാൻ പറവൂർ വരുമ്പം ചേച്ചി അവിടെ ഞാൻ വരാം. എനിക്ക് ഒന്ന് മീനൊക്കെ പിടിക്കാൻ കൊതിയാവുന്നുണ്ട്. ചേച്ചി എന്താ രാവിലത്തെ ഉച്ചക്കത്തേക്കിനുള്ള പണിയിലാണോ? തീർച്ചയായിട്ടും ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഞാൻ 1-2 വട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി അധികം മസാലയൊന്നും ഇല്ല, നമ്മുടെ രീതിയിൽ ഉണ്ടാക്കാം. കൂടുതലൊന്നും വേണ്ടല്ലോ, ഇൻഗ്രീഡിയൻസ് ഒന്നും. അപ്പോൾ ഞാൻ ഉണ്ടാക്കാം. അത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ ഒത്തിരി അസിഡിറ്റി ഒന്നും ഉണ്ടാവില്ല ഈ കൂടുതൽ മസാലയൊക്കെ ഉണ്ടായാൽ. അപ്പോൾ ഉണ്ടാക്കാം. ചേച്ചി എന്താണെങ്കിലും ലൈവിൽ കയറണം കേട്ടോ ചേച്ചി. വാച്ചിങ് അവർ കൂടാൻ വേണ്ടിയിട്ട് ലൈവിൽ കയറിയാലേ പറ്റുള്ളൂ. ലൈവ് വരണം. ആരും കണ്ടില്ലെങ്കിലും വേണ്ടില്ല, ലൈവ് ഇട്ടുകൊണ്ടിരിക്കണം. അതാണ് എല്ലാവരും ഇങ്ങനെ ലൈവ് കയറുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ ലൈവ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആരെങ്കിലുമൊക്കെ പിന്നീട് അത് ചെറിയ വീഡിയോ മാതിരി വരും. വീഡിയോ ഒക്കെ ആയിട്ട് ലൈവായിട്ട് ഇത് വരും. അപ്പം നോട്ടിഫിക്കേഷനൊക്കെ ഓരോരുത്തർക്ക് വരും. അപ്പോഴും കാണും, എല്ലാവരും കാണും. ഇത് മോണിറ്റൈസേഷൻ കിട്ടാനാണ് പാട്. പക്ഷേ എനിക്കിപ്പം മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞപ്പം ഒന്നിനും വ്യൂസ് വരുന്നില്ല. മറ്റേത് എങ്ങനെ ഇട്ടാലും ഒരു ചെറിയ ഷോർട്സ് ഇട്ടാലും 500 കുറഞ്ഞ് എനിക്ക് വ്യൂസ് കുറയാറില്ലായിരുന്നു. ഇപ്പം 100 താഴെ മിക്കവാറും കിട്ടുന്നത്. അതെ, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിന് എന്താ പറഞ്ഞാൽ ഇതില്ലാത്ത നമുക്ക് നല്ല എന്താ പറഞ്ഞാൽ ഒരു എരിവും ഇതും എല്ലാം ഉണ്ട്. എല്ലാ രീതിയും ചേച്ചി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു. ഞാനത് ഏതായാലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം മോൻ വരുമ്പോൾ. എനിക്ക് കുറച്ച് പറവൂർ സൈഡ് ഞാൻ അവിടെ എൻ്റെ അമ്മായിയമ്മ ഇല്ല, മരിച്ചുപോയേ. അമ്മായിയമ്മ ഉള്ളപ്പോൾ എല്ലാം ഉണ്ടാക്കുന്നത് കാണാം. എനിക്ക് ആ പറവൂർ സൈഡിലുള്ള കുറേ പാചകങ്ങളൊക്കെ അറിയാം. ഇങ്ങോട്ടേക്ക് വേറെ, ഞാൻ കോട്ടയമാണ്. കോട്ടയത്തേക്ക് വേറൊരു ഇതാണ്, പറവൂരേക്ക് വേറൊരു ഇതാണ്. അപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. സിംബേ മോനെ,
ചിമ്പക്കുട്ട എന്തിനാടാ? നല്ല തണുപ്പുണ്ടല്ലേ ഇതിൻ്റെ അടിയിൽ. അതെയോ, കൊതിയാവും ബിരിയാണി. പക്ഷെ എനിക്ക് ഒത്തിരി കഴിക്കാൻ മേല. പക്ഷെ ഇത്തിരി ആണെങ്കിലും എനിക്ക് കഴിക്കണമെന്ന് കൊതിയാണ്. ഈ വല്ലപ്പോഴും പുറത്തൊക്കെ പോയി കഴിക്കും. അങ്ങനെയാണ് കഴിക്കാറ്. പിന്നെ ഒരു ബിരിയാണി എനിക്ക് ഫുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല. അതെ, കണ്ണൂർ ബിരിയാണിയാണ്. പക്ഷേ ഞാനതൊക്കെ എനിക്കറിയില്ല. അങ്ങനെ ഒത്തിരി പറയുന്നുണ്ടല്ലോ തലശ്ശേരി. എനിക്ക് അങ്ങനത്തെ വേർതിരിച്ചൊന്നും അറിയില്ല എന്താണ് എന്നൊന്നും. പക്ഷേ ഇതിപ്പോൾ ചേച്ചി പറഞ്ഞപ്പോൾ കണ്ണൂർ ബിരിയാണിയാണെന്ന് മനസ്സിലായി. അങ്ങനെ പലതരം ബിരിയാണികളുണ്ടല്ലേ, ടേസ്റ്റ് പലതരമായിരിക്കും അല്ലേ? എത്ര കുട്ടികളാണ് ചേച്ചിക്ക്? ഒരു മോളേ ഉള്ളോ? ഞാൻ ഒരു മോളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഒരു കുഞ്ഞിനെ കണ്ടായിരുന്നു. അതെയോ? ഒരു ദിവസം വരാൻ ചേച്ചി, പറവൂർ വരുമ്പോൾ എനിക്ക് ചേച്ചിയുടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒന്ന് കഴിക്കണം. അവിടെയൊക്കെ നല്ല ഭംഗിയാണല്ലേ, നല്ല രസമാണ് ചേച്ചി അവിടെ ചേച്ചിയുടെ വീടും പരിസരവും ഒക്കെ. അതെയോ? എന്ത് ചെയ്യുവാണ് അവരൊക്കെ? അതെയോ? ഉണ്ടോ, ഇപ്പോൾ വീട്ടിലുണ്ടോ? ഇനിയിപ്പം പൂജാ ഹോളിഡേയ്സ് ഒക്കെ വരുമല്ലേ പിള്ളേർക്ക്. പറവൂര് എന്താ മൂകാംബിക ഇപ്പം എന്താ അമ്പലത്തിൽ പോവോ? തീർച്ചയായിട്ടും വരാം കേട്ടോ. വരണമെന്നുണ്ട് മൂകാംബികയിൽ. എൻ്റെ മോനെ അവിടെ എഴുത്തിനിരുത്തിയത് മൂകാംബികയിൽ, പറവൂര്. പിന്നെ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? ഞാൻ വെറുതെ ഇനി ആരെങ്കിലും വരുമോ എന്ന് നോക്കി ഇട്ടതാണ് ലൈവ്. അപ്പോൾ ഇത്രയും സമയം എനിക്ക് കിട്ടി. ഇങ്ങനെ ചേച്ചിയും ചെയ്തു. ഞാനിടുമ്പോൾ ആരും വരാറില്ല ഒരിക്കലും. ഇന്ന് ആദ്യമായിട്ടാണ് ഇത്ര എനിക്ക് ഇത് വന്നത്. 3 പേര് വന്നത് ലൈവിൽ ആദ്യമായിട്ട്. ചേച്ചി ആദ്യമേ ഒന്നും ആരും വരത്തില്ലായിരിക്കും, അറിയത്തില്ലായിരിക്കും. പക്ഷെ പിന്നെ പിന്നെ ആൾക്കാർ വന്നോളും. എന്താണെങ്കിലും ചേച്ചി മസ്റ്റായിട്ടും ചെയ്യണം ലൈവ് കേട്ടോ. ലൈവിന് കുറച്ചും നമുക്ക് വാച്ചിങ് അവർ കിട്ടും. ഓക്കെ, വരാട്ടോ. ഉച്ചക്കത്തെ ഫുഡിനുള്ള ഊണിനുള്ള കറികളെല്ലാം ആയോ? അതോ ബിരിയാണിയാണോ ഇന്ന്? മിന്നുട്ടി മിന്നുട്ടി ശിമ്പേ, നല്ല ഒരു മഴയില്ലാത്ത അധികം വെയിൽ, എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. മിന്നു, ഗ്യാസ് കൊണ്ട് വരുന്നു. ഇനി ഇടണം ചേച്ചി. എല്ലാവരും ഇപ്പം ലൈവ് വരുന്നുണ്ട്. കഴിവതും ലൈവ് ഇടണമെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് മോണിറ്റൈസേഷൻ ആവാത്ത. പക്ഷെ എനിക്ക് നേരത്തെ തൊട്ട് ഇങ്ങനെ വാച്ചിങ് അവർ കയറി വന്നുകൊണ്ടാണ്. അതെയോ? ഇന്ന് ചിക്കൻ കറിയാണല്ലേ? അപ്പം ഞാനിപ്പോൾ പോട്ടെ, പിന്നെ വരാം. നാളെ ചേച്ചി ലൈവ് ഇടുന്നൊന്ന് ഇത് ഇടണേ, നോട്ടിഫിക്കേഷനായിട്ട് പോവും എല്ലാവർക്കും. ഹായ്, ചേച്ചി വന്നല്ലോ. ഗുഡ് മോർണിംഗ്. അല്ല, ഞാൻ പാചകമൊക്കെ വല്ലപ്പോഴും ഇടും. വേറെ എന്തെങ്കിലുമൊക്കെ എനിക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും എനിക്ക് ഒന്നാമത്തെ കാര്യം ഇതൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടും. ശരിക്കും എന്താ ഇടുന്നതെന്ന് അറിയില്ല. ഹായ് മോളെ. ഹായ് ചേച്ചി. ഹായ്, സുഖമാണോ?
അവിടെ മഴയുണ്ടോ? എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? താങ്ക് യു മോളെ, ലൈക്ക് അടിച്ചല്ലോ മോളെ, താങ്ക് യു. ഇന്നലെ ഒന്നും മോളുടെ ലൈവ് കയറാൻ പറ്റിയില്ല കേട്ടോ, സോറി. ഇന്ന് വരാം കേട്ടോ. ആ മിന്നൂസ് ഇവിടെ രാവിലെ ബഹളാ. മിന്നൂസ് ഉണ്ട്, എന്താ സിംബയുണ്ട്, എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ചേച്ചി എന്തായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്? ഓക്കെ മോളെ. ആണോ? പുട്ടായിരുന്നല്ലേ? പുട്ടിന് എന്തായിരുന്നു കൂട്ട്? പഴവും പപ്പടവും അതോ കടലക്കറിയോ? മോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അല്ല മോളെ, നേരത്തെ ഇട്ടിട്ടുണ്ട്. ഹായ് മോളെ, ക്യാറ്റ് ഫാമിലി. ഹലോ മോളെ. ആ ഇരിക്കാം പുഷ്പ ചേച്ചി, ഞാൻ ഇരിക്കാം കേട്ടോ. ആ എല്ലാവർക്കും സുഖമാണ് മോളെ ഇവിടെ. അതെയോ മോളെ? ഞാൻ ചുമ്മാ ഒന്ന് വെറുതെ ഇട്ട. മിന്നു എൻ്റെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കി, അപ്പം ഞാൻ വെറുതെ ഒന്ന് എടുത്തിട്ടതാണ്. സാരമില്ല, ഞാൻ ഇടയ്ക്ക് വരാം. ഞാനിങ്ങനെ ഇന്നലെ ഒന്ന് നിങ്ങളുടെ ഒന്നും നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ലേ, അതുകൊണ്ടാണ്. കഴിച്ചു മോളെ. രാവിലെ ദോശ. മോൾക്കെന്തായിരുന്നു? സിംബയുണ്ട്, പൊന്നപ്പനുണ്ട്, എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും ചേച്ചി നാട്ടിൽ വരുമ്പോൾ നമുക്ക് കാണണേ. എന്നാ വരുന്നതെന്ന് തീരുമാനിച്ചോ? ഇവിടെയും ദോശ കേട്ടോ മോളെ. ലൈവ് വന്ന് എല്ലാവരും. അയ്യോ, എന്തു പറ്റി? അവന് ഇതുണ്ടോ, എന്താ പറയുക, പ്രായമുണ്ടോ? ആയി ചേച്ചിക്കുട്ടി, താങ്ക് യു. ഞാൻ പോകാമെന്ന് വിചാരിച്ച ആരുമില്ല. ചേച്ചിക്ക് പണി ഉണ്ടാവുമല്ലോ എന്ന്. മക്കളെ, മോളെ ക്യാറ്റ് ഫാമിലി, മോളുടെ പേരെന്താ മോളെ? അവിടെ കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അതെയോ മോളെ? ചിലർ അങ്ങനെയാണ്, നമുക്കറിയില്ല. വരുമായിരിക്കും പോയാലും കേട്ടോ, വിഷമിക്കേണ്ട. കുറച്ച് കഴിയുമ്പം വരും. ഇവിടെ കുഞ്ഞായി അങ്ങനെ ഇവിടെ വന്നു കയറിയതാണ് കുഞ്ഞായി. പക്ഷേ കുഞ്ഞായി ഇടയ്ക്ക് ഇപ്പോൾ കുറേ നാളായിട്ട് ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോകും, അങ്ങനെയാണ്. എപ്പോഴും ഇവിടെ ഇരിക്കാറില്ല. കണ്ടം പൂച്ചകൾ അങ്ങനെയാണ്. അല്ല പിന്നെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. സിംബ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് പിന്നെ അവൻ അങ്ങനെ പോവില്ല. ഇനിയും വരും, ഇടയ്ക്ക് ഇങ്ങനെ വരും പോകും. അപ്പോൾ കാട് കയറിയാൽ ഫുള്ളേ പോകും, പിന്നെ തിരിച്ചു വരത്തില്ല. ഫുഡൊക്കെ ആയോ മോളെ? കൊല്ലത്ത് മഴയുണ്ടോ? ഇവിടെ പക്ഷേ മഴയും മൂടലും ഒക്കെ ഉണ്ട്. അതേന്നേ, നാട് വിട്ട് ഇങ്ങനെ കണ്ടിട്ട് കണ്ടം പൂച്ചകൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതെ, അവിയലും മീൻകറിയും വെച്ചേക്കണേ. ആ സഫ്സിറ. ആ മോളെ ഹായ്. ഇപ്പം മനസ്സിലായി, ഞാൻ ഇനിയും മറക്കത്തില്ല കേട്ടാ. HNK ബ്ലോഗ്സ്. മോളുടെ ലക്ഷ്മി എന്നല്ലേ പേര്? അപ്പം കുറേ ലക്ഷ്മിമാരുണ്ട്. എന്ത് അപ്പോൾ ഷോർട്സ് ആൻഡ് വീഡിയോസ് ഒക്കെ ലക്ഷ്മിയാണ്. മോളുടെ പേര് ലക്ഷ്മി എന്നല്ലേ? ശരി, പാർവതി. മറന്നു പോകുന്നു മോളെ. എനിക്ക് ഒരു ചെറിയൊരു ഒരു 2013 ഒരു ആക്സിഡൻറ്റ് പറ്റി ചെറിയൊരു മെമ്മറി ഇഷ്യൂസ് ഉണ്ട്.
അത് അപ്പം അതിൻ്റേതായ ഒരു ചെറിയ ഓർമ്മ ഞാനിങ്ങനെ ഒത്തിരി ഇത് നോക്കുമ്പോഴേ അതുകൊണ്ടാണ് സോറി കേട്ടോ. കുഞ്ഞുങ്ങൾ വലുതായി വരുന്നു. ഇവിടെ അവിയൽ ഞാൻ വരാം, അവിയലും എനിക്കിഷ്ടമാണ് കേട്ടോ. പാർവതിക്കുട്ടി, ഞാൻ പാർവതിക്കുട്ടീന്നേ വിളിക്കുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ചേച്ചിയെ ഒന്ന് കൂട്ടണേ. എന്താണ് PJ ഫീനിക്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് കൂട്ടണേ. ചേച്ചി നാളെ ലൈവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ ലൈവ് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണേ മോളെ. മോളെ സഫ്സീറ മോളുണ്ടോ അവിടെ? മോളുടെ ഞാൻ വീഡിയോ കാണുന്നുണ്ട്, മക്കളെയൊക്കെ കാണുന്നുണ്ട്. എനിക്ക് പക്ഷേ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരാറില്ല മോളെ. ഞാൻ ചിലപ്പം സെർച്ച് ചെയ്താണ് കാണുന്നത് എല്ലാവരെയും. ശിംബേ എന്നാ മോനെ നോക്കുന്നേ മക്കളെ? മിന്നുട്ടി എന്നാ മോളെ? എന്നാ മിന്നുട്ടി എന്നാ എടുക്കുന്നേ? എന്താ നോക്കുന്നേ? കൊടുത്തു മോളെ, ഒരു ട്രിപ്പ് കൊടുത്തു. പിന്നെ ക്യാറ്റ് ഫുഡ് കൊടുക്കും, പാല് കൊടുക്കും, ഇടയ്ക്ക് ക്യാറ്റ് ഫുഡ് കൊടുക്കും. ക്യാറ്റ് ഫുഡ് വലിയ പിന്നെ ഇനിയും കുറച്ച് കഴിയുമ്പോൾ വരും. അതിനാണിപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ കൊടുത്തത്. അതിനാണിപ്പോൾ എല്ലാവരും വട്ടം കൂടി വന്നിരിക്കുന്നത്. വിശപ്പായിട്ടുണ്ട്. ചിക്കൻ മഞ്ഞളിലിട്ട് വേവിച്ച് ചോറും കൂടെ കൊടുത്തു ഇന്ന്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ മീനിട്ട് കൊടുക്കുക. മടുക്കും അതുങ്ങൾ. ശിംബേ എന്നാ മോനെ പിടിക്കാനിരിക്കുന്നേ? എന്നാ നോക്കിയിരിക്കുന്നേ? തീർച്ചയായിട്ടും മോളെ, എല്ലാവരെയും കൂട്ടാക്കാം കേട്ടോ മോളെ. പാർവതിക്കുട്ടി എല്ലാവരും ഒന്ന് കൂട്ടാക്കണേന്ന് പറയുന്നുണ്ടേ മോളെ. മോൻ എങ്ങോട്ടായി പോണേ? എങ്ങോട്ടാടാ കുട്ടാ പോണേ? എല്ലാവരും ഇവിടെ ബഹളം. തീർച്ചയായിട്ടും ചേച്ചിയും എല്ലാവരും കൂട്ടാക്കണം കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കണേ. സൗമ്യക്കുട്ടി, നമ്മുടെ സൗമ്യക്കുട്ടിയുണ്ട് എപ്പോഴും നമ്മുടെ ചാനലിൽ കവിതയും ഇതൊക്കെ ഇടുന്ന. സൗമ്യക്കുട്ടിയുടെയാണ്. ചിലപ്പോൾ പൂച്ചക്കുട്ടി ഉണ്ടാവും, കവിത ഉണ്ടാവും ഒക്കെ. സൗമ്യക്കുട്ടിക്ക് ചാനലില്ല, പക്ഷേ കൂട്ടാക്കും എല്ലാവരും. ഓക്കെ ചേച്ചി, താങ്ക് യു. വന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഞാൻ വരാം കേട്ടോ നാളെ ലൈവിൽ. പാർവതിക്കുട്ടി പോയോ മോളെ? സഫ്സിറ മോളെ, പിന്നെ മോളെ എനിക്ക് ഞാൻ വിളിക്കുന്നതിൽ ഒരു പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. എനിക്ക് ഇതുണ്ട്, അതുകൊണ്ടാണേ മോളെ. ഓക്കെ മോളെ, താങ്ക് യു. ഞാൻ കാണുന്നുണ്ട് കേട്ടോ. മോള് ലൈവ് ഇടണം കേട്ടോ. അതെനിക്കറിയില്ല, എങ്ങനെയാണ് ബ്ലൂ കൊടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ലല്ലോ. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ബ്ലൂ കൊടുക്കുന്നതൊക്കെ. അതെങ്ങനെയാണ് സെറ്റിങ്സ് ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ബ്ലൂ കൊടുക്കാം, അതെങ്ങനെയാന്നേ. അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പോവും. അതാണ്, എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് സത്യമായിട്ടും. ഓക്കെ എങ്ങനെയാണ് ബ്ലൂ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇനി ആരോടെങ്കിലും ചോദിക്കണത്. ഇനി അത് ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഒന്നും അത് മോണിറ്റൈസേഷൻ ആയെങ്കിൽ ഒന്നും സെറ്റിങ്സ് അറിയില്ല. അതൊക്കെ സെറ്റിങ്സൊക്കെ അറിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതൊന്നും നമുക്കറിയില്ലല്ലോ. ABCD അറിയില്ല. പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് മാത്രം. എല്ലാം പഠിച്ചെടുക്കണം ഇനി ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട്. സഫ്സിറ മോളെ, ഓക്കെ ബൈ.
ചേച്ചി ഇന്ന് ചേച്ചിക്ക് തിരക്കായിരിക്കും അല്ലേ? അപ്പം നാളെ കാണാട്ടോ. ഒരു തുമ്പി പറക്കുന്നു. ഓക്കെ ഓക്കെ, ആരോടെങ്കിലും ചോദിക്കും. പക്ഷെ നമുക്ക് അറിയത്തില്ല, അതാണ്. തുമ്പി പറക്കുന്നു. ഓക്കെ 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 ചേച്ചി, താങ്ക് യു. ഇത്രയും സമയം വന്നില്ലേ? ഓക്കെ, നാളെ വരാട്ടോ ചേച്ചി. ഓക്കെ, താങ്ക് യു. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇവിടെ ചേട്ടനും പിള്ളേരും ഒക്കെ എന്ത് പറയണു? കുഞ്ഞുമോള് പോയോ കോളേജിൽ? ശിമ്പക്കുട്ട ഗ്യാസ് വണ്ടി പോകുന്നു. മോൻ എങ്ങോട്ട് പോവാ? അമ്മയുടെ പൊന്നുമോൻ എങ്ങോട്ട് പോവാ? മിന്നുക്കുട്ടി, മിന്നുക്കുട്ടിയേ, മിന്നുക്കുട്ടി, മിന്നുക്കുട്ടി, സിംബേ എവിടെ? സിംബ എവിടെ? സിംബേ, ആഹാ, ഇവിടെ കാറിൻ്റെ അടി ഇരിപ്പുണ്ടോ? ചിമ്പക്കുട്ടിയേ, നമ്മുടെ ചിമ്പുക്കുട്ടിയേ. അതെയോ? മോള് വന്നോ? മൂത്ത മോള് വന്നോ ചേച്ചി? ഓണത്തിന് എല്ലാവരും ഉണ്ടായിരുന്നോ? ഓണത്തിന് എല്ലാവരും അടിച്ചു പൊളിച്ചോ സെലിബ്രേഷൻ? നാട്ടിൽ വരുമ്പം വരാം കേട്ടോ, നമുക്ക് കാണാം. ഇങ്ങോട്ട് വരണേ ഒരു ദിവസം. ഹരിപ്പാട് അവിടെ മുരുകൻ്റെ അമ്പലം. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട് മാവേലിക്കരയാണ്. പൊന്നപ്പ, എല്ലാവരും കുളിയോട് കുളിയാ. ഇതുണ്ട്, പഴയ വീടാണ് ഞങ്ങളുടെ, അറയും നിറയൊക്കെ ഉള്ളതാണ്. അതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ അറയും നിറയൊക്കെയാണ്. ഇതൊരു 130 വർഷമെങ്കിലും കുറഞ്ഞത് ഇതിന് പഴക്കമുണ്ട്. പഴയ വീടാണ്, അറയും നിറയാണ്. എല്ലാവരും പോയോ? ആരുമില്ല ഇവിടെ. എല്ലാവരും കുളിയോട് കുളി. എന്തിനാണെന്നറിയില്ല കുളിച്ച് വൃത്തിയായിട്ടിരിക്കുന്നത്. എന്തിനാണോ എന്തോ, എന്തിനാണോ എന്തോ. സിംബേ, മോൻ എങ്ങോട്ട് പോകണ്ട. സിംബേ, സിംബക്കുട്ടി, സിംബക്കുട്ടി. ഡി മിന്നുപെണ്ണെ, എൻ്റെ പുറകെ എന്തിനാടി നടക്കുന്നത്? എൻ്റെ പുറകെ എന്തിനാണ് നടക്കുന്നത്? മഹത്തിന് മൂർച്ച കൂട്ടുവാണോ? അച്ചോ, ഈ പെണ്ണെ എന്തിനാണ് നഖത്തിന് മൂർച്ച കൂട്ടുന്നത്? എന്നെ ആന്താനാണോ? അതെയോ? താങ്ക് യു.
ഒത്തിരി ഞാൻ എൻ്റെ 2003 ഇങ്ങോട്ടേക്ക് വീട് വെച്ച് പുതിയ വേറെ ഇപ്പുറത്തോട്ട് മാറി. അതുവരെ അവിടെയായിരുന്നു. നല്ല സുഖമാണ് അവിടെ കിടക്കാൻ, നല്ല തണുപ്പ്. മഴക്കാലത്തും ഇതൊക്കെ നല്ല ഇളം ചൂടുണ്ട്. അറയുന്നറിയില്ലേ, തടിയല്ലേ മുഴുവൻ. വേനൽക്കാലത്ത് നല്ല തണുപ്പും ഫാനും ഒന്നും വേണ്ട അവിടെ കിടക്കാൻ. നല്ല സുഖമാണ്, ഐശ്വര്യമുള്ള വീടാണത്. പക്ഷേ എപ്പോഴും വൃത്തിക്കൊന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം, മുഴുവൻ ചതലും. മിന്നുട്ടി, മിന്നുപ്പെണ്ണേ, മിന്നുപ്പെണ്ണേ, എന്താ ഇങ്ങനെ നടക്കുന്നേ? ഇങ്ങനെ നടക്കുന്നത് എന്തിനാ? മിന്നുക്കുട്ടിയെ, മിന്നുക്കുട്ടിയെ, എന്താ പറ്റിയേ? പൊന്നൻ്റെ ഒത്ത് എന്നാ രാജകീയമായിട്ടാണോ നീ കിടക്കുന്നത്? എന്നാ കിടന്നോടി, നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം. പറവൂര് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. അവിടെ ഇവിടെ ആയിട്ട് രണ്ടിടത്താണ്. ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ, അവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അവിടെ അവിടുത്തെ അമ്മ 2015 മരിച്ചു. ഇവിടെ അച്ഛൻ 2016 മരിക്കുന്നു. അപ്പം ഇവിടെ എൻ്റെ ചേട്ടനും ചേച്ചിയൊന്നും സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇവിടെ എനിക്ക് വരേണ്ടി വന്നു. അമ്മയെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റത്തില്ല. പറവൂര് പിന്നെ അവിടെ അച്ഛനും എൻ്റെ ഹസ്ബൻഡും, ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോവും, ഇടയ്ക്ക് ഇവിടെ വരും. ഇവിടെ ചേച്ചി ഇടയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ ഞാൻ പറവൂരേക്ക് പോവും. അങ്ങനെയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് 2016 മുതൽ. മോൻ ഇവിടെയാണ് സ്കൂളിൽ പഠിച്ച 2016 തൊട്ട്. പിന്നെ ഇപ്പോൾ അവൻ കൊല്ലത്ത് അമൃതയിൽ എൻജിനീയറിങ്ങിന് ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ 3-ാം വർഷമാണ്. അപ്പം ഞങ്ങൾ അവനും കൂടെ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പോയി. പക്ഷേ ഓണത്തിന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അവന് അമൃതാനന്ദമയുടെ പിറന്നാളും പൂജ ഹോളിഡേയ്സും ഒക്കെ ആയതുകൊണ്ട് നാളെ കോളേജ് അടയ്ക്കും. അവൻ നാളെ പറവൂർ പോയിട്ട് അതുവഴി നേരിട്ട് പോയിട്ട് ശനിയാഴ്ച ഇങ്ങോട്ട് വരുള്ളൂ. ആദ്യമായിട്ട് അവൻ ഞാനില്ലാതെ പറവൂരേക്ക് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഒരു പെങ്ങളേ ഉള്ളൂ. പെങ്ങൾക്ക് ബാങ്കിലാണ് ജോലി. അപ്പോൾ ബാങ്ക് അവധിയുള്ള സമയങ്ങളിലൊക്കെ അവിടെ വന്ന് നിൽക്കും. അപ്പം ഹസ്ബൻഡ് ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. അവിടെ ഇവിടെ ആയിട്ട് രണ്ടിടത്തായിട്ട് മാറി മാറി. എനിക്ക് പറ്റുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും, ഹസ്ബൻഡിന് പറ്റുമ്പോൾ ഇങ്ങോട്ട് വരും. അങ്ങനെ. അതെയോ ചേച്ചി, അത് ഭയങ്കര ഇവിടെ അമ്മയ്ക്ക് 85 വയസ്സായി. അമ്മയ്ക്ക് ഓസ്റ്റിയോപോറോസിസ് ഒക്കെ ഉണ്ട്. 2023 ഒരു വീഴ്ച വീണു, ഏണ് പൊട്ടി. ഇപ്പം വീൽ ചെയറും വോക്കറും ഒക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. എല്ലാം അങ്ങനെ ഒരു ഇതാണ്. പക്കാ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട്, ഇതൊന്നും കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് എല്ലാം ദ്രവിച്ച് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ നമ്മളെത്ര ആണെങ്കിലും ജോലിക്കാരെയൊക്കെ നിർത്തിയാലും നമ്മൾ ചെയ്യുന്ന പോലെ അവരെ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അതാണ്. അവിടെ അച്ഛന് 93 വയസ്സുണ്ട് പറയുന്ന പോലെ. അപ്പോൾ അച്ഛനെ ഒറ്റയ്ക്ക് വിടാനും പറ്റത്തില്ല. ഇപ്പം അതുകൊണ്ട് പെങ്ങൾ അങ്കമാലി അടുത്താണ്, കുറുമശ്ശേരിയിലാണ്, അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡും പറവൂർ വീട്ടിൽ ഒറ്റയ്ക്കാണ്. പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. പിന്നെ അവരെല്ലാം നോക്കിയാലല്ലേ നമുക്ക് ജീവിതം തന്നതല്ലേ അവർ. അപ്പോൾ അവരെ നമ്മൾ നോക്കണ്ടേ. നമ്മളും പ്രായമാകുമ്പം ഇതൊക്കെ തന്നെ. നമ്മളുടെ പ്രായമാകുമ്പോൾ ഇത്രയും പോലും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ജനറേഷൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. തിരക്കല്ല, എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടെ ലൈഫ്, ഫാസ്റ്റ് ലൈഫ്. പിന്നെ എല്ലാം ടെക്നോളജി വരുന്നതിനനുസരിച്ച്
എല്ലാം വളരും, എല്ലാം ഇതാണ്. പിന്നെ ഒന്നിനും സമയമില്ല എല്ലാവർക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇത്തിരി സമയമുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, എന്തെങ്കിലും ഒരു സമയമില്ല. പക്ഷെ പഴയ മാതിരി എന്താ ലൈഫ് ഓടുകയാണ്. എന്താ പറഞ്ഞാൽ നമ്മൾ ഇന്ന് നേരം വെളുത്ത് എഴുന്നേൽക്കുന്നറിയാൻ രാത്രി പെട്ടെന്നാണ്. ഓരോ ദിവസങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷവും ഇതുങ്ങളെ കാണുമ്പോൾ നമ്മളൊരു ഇത് ഇപ്പോൾ ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സമയം പോകാൻ ഇതുങ്ങളുടെ പുറകെ നടക്കും തന്നെ നമ്മുടെ പകുതി മുക്കാൽ സമയം പോകും. അതുങ്ങൾക്ക് ഫുഡ് കൊടുക്കണം, അതുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അത് തന്നെ ഒരു വലിയൊരു സമയമാണ്, ടൈമാണ് പോകുന്നത്. ചേച്ചിയുടെ അമ്മയ്ക്ക് ഒത്തിരി പ്രായമുണ്ടോ? പൊന്നാ, നീ കുളിച്ചു കഴിഞ്ഞില്ലേ? നല്ല കാറ്റ്, നല്ല ഇളം കാറ്റ്, നല്ല കാറ്റ് വരുന്നുണ്ട്. കാക്ക ഇരുന്ന് വിളിക്കണം. മിന്നു, മിന്നു, ഇവിടെ വാടി, ഇവിടെ വാ. എന്നെ എടുക്കാൻ പോയതാ, ഇവിടെ വാ. കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ പോയതാണോ? ആണോ? അത് ശരി. അതെ, പണ്ടൊക്കെ കൂട്ടുകുടുംബം എല്ലാവരും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കസിൻസ് ആണേലും എല്ലാവരും എന്ത് രസമായിരുന്നു. ഇപ്പോൾ ആർക്കും സമയമില്ല. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ആർക്കും ഒന്നും സമയമില്ല. അതെയോ? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? ശരിയാണ്. ഇപ്പം എന്ത് പറയാനാണ്, ഇപ്പോൾ അയൽവക്കത്തുള്ളവർക്ക് പോലും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമല്ല എല്ലാവരും കൂടും ഫങ്ഷൻസൊക്കെ. പിന്നെ ഇടയ്ക്ക് ഫോണിൽ കൂടെയുള്ള അങ്ങോട്ടുള്ള ഒരു വീഡിയോ. പക്ഷേ കയറി വരാനൊന്നും ആർക്കും സമയമില്ല ഒന്നിനും. മറ്റേത് അങ്ങനെയല്ല, ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും എല്ലാവരും ഓടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാം എന്താ പറയണ്ടേ, എല്ലാം ഒരു മെക്കാനിക്കൽ ലൈഫാണ്. ഇവിടെ ഇത്രയും, നമ്മുടെ ഇവിടെ ഈ കേരളത്തിൽ ഈ നാട്ടിൻപുറത്ത് ഇത്രയും. അപ്പം മുംബൈയിലെ എന്തായിരിക്കും, മെട്രോ സിറ്റി അല്ലേ, അവിടുത്തെ ലൈഫ് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടുത്തെ കാര്യമൊന്നും എനിക്ക് ആലോചിക്കാനോ ചേച്ചി, ഭയങ്കര ഒരു ലൈഫായിരിക്കുമല്ലോ അവിടെ. ഒരു ശ്വാസം മുട്ടലായിരിക്കും, തിരക്കും. പിന്നെ ഒരു കാര്യം, ഈ പണ്ടത്തെ ഇപ്പം ടൈം പെട്ടെന്ന് പോവുകയാണ്. ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ടൈം. നമുക്ക് സമയമില്ലാന്ന് തോന്നുന്നതുകൊണ്ടാണോ എന്താണെന്നറിയാം. പക്ഷേ അതുപോലും പ്രകൃതി പോലും മാറിയെന്നാണ് തോന്നുന്നത്. ആ സൂര്യൻ്റെ ആ കറക്കത്തിന് സ്പീഡ് കൂടിയെന്നാണ് തോന്നുന്നത്. അത് നല്ല കാര്യമായി ചേച്ചി, അവരൊക്കെ ഉണ്ടല്ലോ കൂടെ. അങ്ങനെ സഹോദരങ്ങൾ അവരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഇപ്പോൾ നാട്ടിൽ ആരും നിൽക്കുന്നില്ല. ഇപ്പോഴും പഠിച്ചിറങ്ങിയ ഉടനെ ഒന്നെങ്കിൽ എല്ലാവരും വിദേശത്തോ അവിടെ ഇവിടെയൊക്കെ പുറത്ത് പോവുക. പഠിക്കാൻ തന്നെ എല്ലാവരും. കാരണം നാട്ടിലിപ്പോൾ അധികം ആരും ഇല്ല. സത്യം പറഞ്ഞാൽ പ്രായമായവരൊക്കെ തന്നെയാണ് കൂടുതൽ. ഉച്ചക്കത്തെ ഫുഡൊക്കെ ആയോ? ഹായ് മോളെ പാറുക്കുട്ടി, ഇടയ്ക്ക് പോയില്ലേ മോള്? തിരക്കായിരുന്നോ? ഫുഡ് ഉണ്ടാക്കുമായിരുന്നോ?
ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും സമയം ലൈവ് വന്ന്, മറ്റേ ലൈവ് വരുമ്പോൾ ഇരുന്ന് ആരും കാണാനും ഇല്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ലൈവ് ഇത് വന്നിട്ട് ഇത് വീഡിയോ ആയിട്ട് വരുമ്പം കാണും. അതെയോ? അത് ശരി. ഓക്കെ ഓക്കെ. കുഴപ്പമില്ല മോളെ. എനിക്ക് ബ്ലൂ ടിക്ക് ഇടാനൊന്നും അറിയില്ല കേട്ടോ. അതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് പഠിക്കണം. അതാണ്, ഒന്നും അറിയില്ല, സെറ്റിങ്സ് ഒന്നും അറിയില്ല മോളെ. ഞാൻ ഇടാം മോളെ, പക്ഷെ എനിക്ക് ഈ ബ്ലൂ ഇത് കൊടുക്കുന്ന ഒന്നും അറിയില്ല, ബ്ലൂ ടിക്ക് കൊടുക്കുന്ന ഒന്നും അറിയില്ല. മോനോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടേ അവരൊന്നും പറഞ്ഞും തരത്തില്ല, അതാണ്. എൻ്റെ മോണിറ്റൈസേഷൻ ആയിരുന്നു ഓണം കഴിഞ്ഞപ്പോഴത്തേക്കിന്. പക്ഷേ ഈ പറയുന്ന പോലെ എനിക്ക് ഒന്നിൻ്റെ ഒരു സെറ്റിങ്സും അറിയില്ല, അതാ പ്രശ്നം. അതെ, മോൾക്ക് ആരാ പറഞ്ഞു തന്നെ? മോള് തന്നെ ചെയ്യുമായിരുന്നു അതോ ഈ യൂട്യൂബ്? പക്ഷേ യൂട്യൂബൊക്കെ വഴി നോക്കിയാലും കുറേ ഇത് നോക്കണം. ഞാൻ ഈ മൊബൈൽ വഴി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ലാപ്പിലും കമ്പ്യൂട്ടറിലും ഒന്നും നോക്കാറില്ല സത്യത്തിൽ. അതേ മോളെ, ആയി കേട്ടോ. പക്ഷേ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞു ചാനൽ തുടങ്ങിയിട്ട്. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. അതേ ചേച്ചി, നാട്ടിൽ വരണം. നാടല്ലേ കുറച്ചുകൂടെ നല്ലത്. നമ്മൾ സന്തോഷം. നാട്ടിൽ വരുന്നൊരു സുഖമല്ലേ. നമ്മുടെ ഈ എവിടെയൊക്കെ പോയാലും നമ്മുടെ ഈ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. അതെയോ മോളെ എനിക്കൂടെ പറഞ്ഞു തരണം കേട്ടോ അതൊക്കെ. ചിമ്പക്കുട്ട മോനെ വിശക്കാൻ തുടങ്ങിയോ മക്കളെ? നമ്മുടെ പൊന്നുമോനെ ചക്കരക്കുട്ട എന്നാടി? ചേട്ടൻ നക്കി കൊടുക്കുവാണോ? ഓ ചോ എടി, എന്തിനാടി എൻ്റെ കൊച്ചിനെ അടിക്കുന്നത്? അവനൊരു പാവമല്ലേ, അവനെ വെറുതെ വിടുക. അവൻ ആരും ഉപദ്രവിക്കത്തില്ല, എന്തിനാ അവനെ അടിക്കുന്നേ? എൻ്റെ പൊന്നുമോനെ എന്തിനാടാ അടി മേടിക്കുന്നത്? പാവം എൻ്റെ കൊച്ചിനെ അടിക്കുന്നു. എന്തിനാ മിന്നു നീ ഇങ്ങനെ കുശുമ്പിയാവുന്നത്? നമ്മുടെ നാടൊരു പ്രത്യേക വൈബാണ്. എന്ത് പറഞ്ഞാലും എവിടെ പോയാലും നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ ഇപ്പോൾ ഇവിടുന്ന് തന്നെ എനിക്ക് എന്താണ്, ഒരു വേറെ ദൂരോട്ട് മാറി പോയാലും ഒരു വല്ലാത്ത ശ്വാസമുട്ടൽ മാതിരിയാണ്. ഓക്കെ മോളെ, ചാറ്റ് എടുക്കല്ലേ? ഓക്കെ. റൈറ്റ് സൈഡിലോ? പക്ഷെ ഇപ്പം ഞാനെങ്ങനെ റൈറ്റ് സൈഡ് ഞെക്കി കുത്ത് കാണുന്നില്ലല്ലോ മോളെ. ഞാൻ നോക്കാം കേട്ടോ. ഞാൻ ഇത് ഇപ്പോൾ എവിടെയെങ്കിലും പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ എവിടെയെങ്കിലും ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ. നോക്കട്ടെ, എനിക്കറിയില്ലായിരുന്നു. നോക്കട്ടെ. സ്റ്റാൻഡേർഡ് അല്ലേ? ഓക്കെ, നോക്കിയിട്ട് പ്ലസ് ഇല്ല മോളെ, ഞാൻ കാണുന്നില്ല. ഞാൻ ഇനി നോക്കാം, അത് പഠിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ മോളെ, ഞാൻ ചെയ്യാം കേട്ടോ. അത് എന്നാൽ ഇപ്പം എന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പണിയാവും. അവർക്ക് മോനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ അടുത്തോട്ട് ചോദിച്ച് ചെല്ലാൻ പറ്റില്ല, അതാണ് പ്രശ്നം. എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോഴത്തേന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഒഴുക്കം മട്ടിൽ വീഴും, അതാണ്. പിന്നെ ഇങ്ങനെ കുറേശ്ശെ എല്ലാം പഠിച്ചെടുക്കാം. മോൾക്ക് ഫുഡ് കഴിക്കാറായോ? മോളെപ്പോഴാണ് ലൈവ് വരുന്നത്? ഹായ് മോളെ, ഹായ്. ഫാസ്റ്റ് ഫാഷൻ സ്റ്റോർ, ഹായ്. ഹായ് മോളെ. പാർവതിക്കുട്ടി, ഊണ് കഴിക്കുന്ന സമയം എപ്പോഴാ?
മുന്നോട്ടി. അത് ശരി മോളെ, ഒത്തിരി ഇതുണ്ടല്ലേ. എന്തെങ്കിലുമൊക്കെ ഇതുണ്ടോ, പച്ചക്കറി അല്ല അത് മോള് പറഞ്ഞല്ലോ, അങ്ങനെയൊന്നും ഇല്ല ഇടയ്ക്ക്, പക്ഷെ അത് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ആ ശരി. ഇവിടെ സമയമൊന്നുമില്ല, കൃത്യസമയമൊന്നുമില്ല കഴിക്കാൻ. തോന്നുന്ന പടിയാണ്. ഞാനും അമ്മയും മാത്രം ഉള്ളതുകൊണ്ട്. അതെയോ. പാത്രമൊക്കെ കഴുകൽ ഒരു പണിയാണ്. അതെയോ മോളെ, എന്തൊക്കെയാ ഇന്ന് കറി? മോളുടെ പേരെന്താ? പലാസ് ഫാഷൻ സ്റ്റോർ. മോളുടെ പേരെന്താ മോള്, ഒന്ന് പറയാവോ? എന്തു പറ്റി മോളെ, മോൾക്കെന്ത് പറ്റിയായിരുന്നു? സൽക്കത്ത് അല്ലേ, ഓക്കെ ഓക്കെ മോളെ. അയ്യോ സോറി മോൾ പ്രഷർ. അയ്യോ, അപ്പോൾ ഉപ്പിട്ട് നാരങ്ങ വെള്ളം, ഉപ്പിട്ട് കഞ്ഞിവെള്ളം ഒക്കെ കുടിക്കാൻ മേലായിരുന്നു. എന്താ അങ്ങനെ പ്രഷർ കുറയാറുണ്ടോ? അതെന്താ അങ്ങനെ കുറയുന്ന മോളെ? ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ മോളെ, പ്രഷറൊക്കെ കുറയുന്ന ഒന്ന് ചെക്ക് ചെയ്യണം എപ്പോഴും. അയ്യോ അതൊന്ന് നോക്കണേ. അപ്പോൾ ഉപ്പ് കുറവാണോ കൂട്ടുന്നത്? എന്താണേലും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം, ഒന്ന് കാണിക്കണം കേട്ടോ മോളെ. ഈ പ്രഷറൊക്കെ കുറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം പെട്ടെന്ന് അതൊരു വല്ലാത്തൊരു റിസ്ക് ആണ് കേട്ടോ പ്രഷറൊക്കെ. മോള് പോയോ? ആ അതാണ് മോളെ, ഇടയ്ക്ക് ഉപ്പ് കുറച്ച് കഴിച്ചാൽ മതി, പക്ഷേ ഇടയ്ക്ക് ഉപ്പിട്ട് കഞ്ഞോളോ അത് പക്ഷേ ഉപ്പിട്ട് കഞ്ഞോളം കുടിച്ചാൽ വയറ് ചാടുമെന്ന് എല്ലാവരും പറയുന്നു. അത് വേണ്ട, ഉപ്പിട്ട് നാരങ്ങാവെള്ളം ഒക്കെ കുടിച്ചാൽ മതി. ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് കുടിച്ചാലും മതി. അപ്പോൾ എന്താ പറയണ്ടേ, അപ്പോൾ നമുക്ക് ക്ഷീണവും കുറയും. എന്നാൽ മോള് കിടന്നോ, റെസ്റ്റ് എടുക്ക് കേട്ടോ. പിന്നെ മോള് വൈകുന്നേരം ലൈവ് വരണ്ടല്ലേ, എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്ക്, കുറച്ച് നേരം കിടക്ക് കേട്ടോ. ഒത്തിരി ചിലപ്പോൾ സ്ട്രെയിൻ ചെയ്താലും നമുക്ക് പ്രശ്നമാവും, അത് മാറത്തില്ല. ഒന്ന് റെസ്റ്റ് എടുക്ക് കേട്ടോ, ഇപ്പോൾ പോയി ഒന്ന് റെസ്റ്റ് എടുക്ക്. ഹായ്. അയ്യോ ഇനിയും ജോലിയുണ്ടോ മോളെ? ജോലി കഴിഞ്ഞില്ലേ? ഹായ് ക്യാറ്റ്സ് എംബ്രോയ്ഡറീസ്. ഹായ്. ഊണ് കഴിച്ചോ മോളെ? എന്താ മോള് ജോലി, ഇനിയുണ്ടോ ജോലി? വൈകുന്നേരത്തേക്കിനുള്ള പരിപാടിയാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതെയോ. അതാണ് മോളെ, എന്തെങ്കിലും നമ്മൾ ആ ചെയ്തു പോകുന്ന ഫ്ലോയിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ കൂടി കിടന്നു കഴിഞ്ഞാൽ ഇരട്ടിപ്പണിയാവും. അതാണ് പ്രശ്നം. അപ്പോൾ ചെയ്തു പോയില്ലെങ്കിൽ എങ്ങാനും ഒന്ന് ഇതായില്ലെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഒരാളെ ഉള്ളെങ്കിലും അടുക്കളയിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കണ്ടേ. ഞങ്ങൾ രണ്ടും ഉള്ളെങ്കിലും പണിയൊന്നുമില്ല എന്ന് പറഞ്ഞാലും പണിയുണ്ട് ശരിക്കും. അടുക്കളയിലെ പണി ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല, ആർക്കും അറിയില്ല. എത്ര പറഞ്ഞാലും അത് നമുക്കൊക്കെ അറിയുള്ളൂ, കേടുന്നവർക്കല്ലേ അറിയുള്ളൂ. എന്തെങ്കിലുമൊക്കെ പണി കാണുമല്ലേ. പിള്ളേരെ കുളിപ്പിക്കുക ഒരു പണി തന്നെയാണ് മോളെ. അത് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും അങ്ങനത്തെ. പക്ഷേ ചില പിള്ളേർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ചില ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുളിക്കാൻ. മോള് എത്ര വയസ്സൊക്കെ ഉണ്ട് കുട്ടികൾക്ക്? ഞാനത് മോളോട് ചോദിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മോളുടെ ലൈവ് വരുമ്പോൾ ഒത്തിരി ആണോ? അത് ശരി. സാരമില്ല മോളെ, പിള്ളേർക്ക് ഇത്തിരി കുസൃതിയൊക്കെ വേണം. പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഇപ്പോൾ ഇത്തിരി കുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിൽ ശരിയാവുള്ളൂ എന്നൊക്കെ പറയും.
അതെയോ? ചുമ്മാ അല്ല മോൾക്ക് റെസ്റ്റ് ഇല്ലാത്ത. മോളിപ്പോൾ പ്ലേ സ്കൂളിൽ വിടാറായില്ലയോ? എഴുത്തിനിരുത്തിയില്ലേ? അതോ ഇപ്പോഴാണ് എഴുത്തിനിരുത്താൻ പോവാണോ? അതെയോ മോളെ? അയ്യോ. അപ്പോൾ കിടക്കാൻ പറ്റുമോ? പിള്ളേരുള്ളപ്പോൾ എങ്ങനെ കിടക്കും? അവർ കിടക്കാൻ സമ്മതിക്കുമോ? അതില്ലല്ലോ. നമുക്ക് ഒന്ന് തലയായി നമുക്ക് പണിയൊക്കെ കണ്ടാൽ അവിടെ കിടക്കട്ടെ എന്ന് വെക്കാം. പക്ഷേ പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് കിടക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അവർ നമ്മളെ കിടത്തൂല. എത്ര വയ്യെങ്കിലും അവർ കിടത്തൂല. നമുക്ക് കിടക്കാൻ പറ്റില്ല, തോന്നത്തില്ല. നമുക്ക് ടെൻഷനാണ് അവരെ വിട്ടിട്ട് ഇങ്ങനെ കിടക്കാൻ. അതാണ്, കിടക്കാനും സമ്മതിക്കത്തില്ല. അതാണ് ഒരു പ്രശ്നം. എപ്പോഴും വേണം. എന്നേ അവർ നോക്കിയിരുന്നില്ല. അവർ എന്താ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് പണിയുണ്ടാവും. നമ്മൾ കിടക്കുമ്പോൾ അവർ നമ്മളെ കിടത്താനും സമ്മതിക്കുക. അതാ പ്രശ്നം. അതെയോ? നമ്മളെ ഒത്തിരി സമയം ടി വി വെച്ച് കൊടുക്കരുത്. പക്ഷേ അതെ, ടി വിക്ക് അഡിക്റ്റായ അതും പ്രശ്നമാണ്. എൻ്റെ മോൻ ഇങ്ങനെയായിരുന്നു. അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ ടി വിയുടെ മുന്നിൽ വെച്ച് ഫുഡൊക്കെ കൊടുത്ത് ടി വിയുടെ അഡിക്റ്റായി. പിന്നെ അത് വായനാശീലം കുറയും. അതൊരു വലിയൊരു പ്രശ്നം കേട്ടോ. വായനാശീലം ഒത്തിരി ഇപ്പോഴത്തെ പിള്ളേർക്ക് പൊതുവേ വായനാശീലം കുറവാണ്. പക്ഷെ ഇങ്ങനെയും കൂടി ആകുമ്പോഴത്തേനുണ്ടല്ലോ ഒട്ടും വായിക്കത്തില്ല. വായന ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പേപ്പർ പോലും വായിക്കത്തില്ല അവൻ. ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ മൊബൈലും ഇതുമൊക്കെ ആകുമ്പോൾ പിന്നെ പറയുകയും കൂടെ വേണ്ടല്ലോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊന്ന് മാറ്റണം മോളെ. അതെയോ? പക്ഷെ അത് വായനാശീലം വളർത്തണം എപ്പോഴും നമുക്ക് വായന കൊണ്ടാണ്. കാരണം നമ്മൾ ശരിയാണ്, ഇതൊക്കെ തന്നെ അറിവൊക്കെ കിട്ടും ഒരു ക്ലിക്കിൽ. പക്ഷെ നമുക്ക് വായനാശീലം വളർത്തിയെടുത്താൽ, വായന ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഇതായിരിക്കും. നമുക്ക് വായന ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക, അത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കണമെന്നുള്ള തോന്നൽ വരും. അപ്പോൾ ഒത്തിരി അറിവും കിട്ടുമല്ലോ. ആണോ? അഞ്ചിലാണല്ലേ? മോള് ടി വിയുടെ അഡിക്റ്റാണ്. നമ്മളുടെ കുഞ്ഞ് നമ്മളിങ്ങനെ ടി വിയുടെ അഡിക്റ്റ് ആകാത്ത എന്തുകൊണ്ടാണ്? അന്നൊന്നും ഇതുപോലെ ഒന്നും ഫുൾ ടൈം ടി വിയുടെ മുന്നിലൊന്നും ഇരിക്കത്തില്ല. വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയും ടി വിയും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെയോ? ഗുഡ്. എനിക്കിഷ്ടമാണ്. വായിക്കുമ്പോൾ ഒത്തിരി രസം. നമുക്ക് ഒരുപാട് അറിവ് കിട്ടുമല്ലോ മോളെ. നമുക്ക് ശരിയാണ്. ഇപ്പോൾ ഒരു മൊബൈൽ എടുത്താലും ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതല്ലല്ലോ, നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ ആ മനസ്സിൽ എപ്പോഴും കിടക്കും ആ ഒരു വായിച്ച് കിട്ടുന്ന അറിവ്. ഇത് പക്ഷെ നമ്മൾ കാഴ്ചയിലൂടെയും ഇതൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാളും എൻ്റെ ഇതിലാണ് കേട്ടോ. എനിക്കറിയില്ല എല്ലാവരുടെയും കാര്യം. നമ്മൾ വായിക്കുമ്പം കുറച്ചുകൂടെയൊക്കെ മനസ്സിലാവുമല്ലോ. ഇപ്പം ഞാനും ഇപ്പോൾ ഒന്നും വായിക്കാറില്ല. എന്താ പറയേണ്ടത്, ഇതിൽ പിന്നെ ഇപ്പോൾ ഈ മൊബൈൽ ചാനൽ തുടങ്ങിയ പിന്നെ ഒട്ടും സമയം കിട്ടാറില്ല. മറ്റേത് രാവിലെ പത്രം വരുമ്പോഴേ പത്രം നോക്കണം. നോക്കിയില്ലെങ്കിൽ ഏതാണ്ട് പോലെയായിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം ടി വി ഓൺ ചെയ്താൽ ന്യൂസ്. അതെയോ? എൻ്റെ വലിയൊരാഗ്രഹമാണ് ഒരു ലൈബ്രറി ഉണ്ടാക്കണമെന്ന്. എൻ്റെ മുത്തശ്ശന് ഒത്തിരി പുസ്തകമുണ്ട് പണ്ട് പോലെ പല ഭാഷകളിലുള്ള. അത് മുത്തശ്ശൻ പഴയൊരു വീടായിരുന്നു അറയുന്നൊരു. അത് അമ്മയുടെ വീട്. അതിങ്ങനെ ഇതായപ്പോൾ ചെതൽ നിന്ന് അവിടെ ആരും താമസിച്ചില്ല. കുറേ ബുക്സും ഇതെല്ലാം ചെതൽ നിന്ന് ഒത്തിരി ബുക്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചൊക്കെ എടുത്ത് ഇവിടെ പൊടി തട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, ഇനിയൊരു ലൈബ്രറി. പിന്നെ ഇവൻ്റെ കുറേ ബുക്സും പിന്നെ പഴയ 1-2 ബുക്സൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ചിരുന്നപ്പോഴത്തെ കുറേ ബുക്സും എല്ലാം കൂടെ കൂട്ടി പിന്നെ ഒരു ലൈബ്രറി ഉണ്ടാക്കണമെന്നൊരു വലിയൊരാഗ്രഹമാണ് എൻ്റെ. അതെയോ? എനിക്കും ഇഷ്ടം. പണ്ടൊക്കെ ഞാൻ എല്ലാം വായിക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുക്കുമായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ വായിക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ വായനയുടെ ആ ഒരു ഈ മൊബൈലും ഇതുമൊക്കെ വന്നതോടുകൂടി ടി വിയിലുമൊക്കെ അപ്പോഴത്തേക്കിനൊരു എന്താ പറയുക, ആ ഒരു ഇതിലേക്ക് നമുക്ക് പറ്റുന്നില്ല. കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അത് ഫുള്ളായിട്ട് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
തീർച്ചയായിട്ടും ഒത്തിരി ഉണ്ട് മോളെ, ഒത്തിരി ബുക്സ് ഉണ്ട്. കുറച്ചൊക്കെ ചെതൽ നിന്ന് പോയി, കുറേ മുക്കാലും ചെതൽ നിന്ന് പോയി. ബാക്കിയുള്ളതൊക്കെ എൻ്റെ ചേച്ചി അതെല്ലാം എടുത്ത് കുറേയൊക്കെ ഇത് ഇവിടെ കൊണ്ടുവച്ചു. കുറച്ച് ചേച്ചി തിരുവനന്തപുരത്തിന് കൊണ്ടുപോയി ചേച്ചിയുടെ വീട്ടിൽ. അങ്ങനെ കുറേ ഉണ്ട്, കുറേ ഒത്തിരി ഉണ്ട്. പിന്നെ കുറച്ച് അമ്മാവന്മാർ കൊണ്ടുപോയി. ഒത്തിരി ഉണ്ടായിരുന്നു മോളെ ബുക്സ്. അതെ, മൊബൈൽ സത്യം. ഇപ്പോൾ ടി വി പോലും അങ്ങനെ കാണുന്നില്ല സത്യത്തിൽ. ഈ യൂട്യൂബ് വന്നേപ്പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കി, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ അല്ലെ ആരെങ്കിലും ഇതൊക്കെ ഉണ്ടോയെന്ന് നോക്കി നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തും നമ്മൾ കമൻറ്റും ഒക്കെ ഇട്ടാലല്ലേ നമ്മളെപ്പോലെ അല്ലേ മറ്റുള്ളവർക്കും. അങ്ങനെയുണ്ട് ഞാൻ അത് ചെയ്യും. പക്ഷേ എൻ്റെയും കമൻറ്റ് ഇടാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. താങ്ക് യു ചേച്ചി, താങ്ക് യു. ചേച്ചിയുടെയൊക്കെ ഇതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും വീണ്ടും തിരിച്ചു വന്നത്. അല്ല മോളെ, തറവാടല്ല. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ മേടിച്ച സ്ഥലമാണ് ഞങ്ങൾ. ഹായ് മോളെ, ലക്ഷ്മി വന്നല്ലോ. ഷോർട്ട് ആൻഡ് വ്ലോഗ്സ് ഹായ്. ചേച്ചി താങ്ക് യു കേട്ടോ. മോണിറ്റൈസേഷൻ കിട്ടിയായിരുന്നു ചേച്ചി. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഇടയ്ക്ക് നിർത്തിയപ്പോൾ ചേച്ചിയൊക്കെ അല്ലേ എന്നെ പ്രോത്സാഹിപ്പിച്ച് ഇടാൻ നിർബന്ധിച്ചത്. ഹായ് മോളെ, ലക്ഷ്മി മോളെ, ഫുഡ് കഴിച്ചോ? ഇന്നലെ ഒന്നും ലൈവ് വരാൻ പറ്റില്ല കേട്ടോ, ഇന്ന് വന്നേക്കാവേ. സുഖമാണ് മോളെ. കുട്ടികൾ സ്കൂളിൽ പോയോ? മോളുടെ പണിയൊക്കെ കഴിഞ്ഞോ? ഫുഡൊക്കെ കഴിച്ചോ? ഇന്നലെ 2 പേരുടെയും ലൈവ് വരാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ എന്താ പറയണ്ടേ, വരാം കേട്ടോ. ഞാൻ ഇടാറുണ്ടല്ലോ മോളെ, ഞാൻ ഇടാറുണ്ട് പൂച്ചകളുടെയൊക്കെ. ഞാൻ 1-2 അല്ലാത്ത വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്ന് കുറേ ചിലതിനൊക്കെ വാച്ചിങ് അവറുണ്ട്, ചിലതിനൊക്കെ കുറവാണ് മോളെ. ആണോ? എന്നാൽ ഞാനിപ്പോൾ ഇത് ഓഫാക്കിയേക്കാം. പാറുക്കുട്ടിക്കും പോകണമല്ലോ അങ്ങോട്ടേക്ക്, അപ്പോൾ എനിക്കും വരാമല്ലോ ലൈവ്. മോളുടെ ലൈവിൽ കയറണമല്ലോ. കയറും മോളെ, വാച്ച് അവർ കയറും. നമ്മളുടെ വീഡിയോ ഒക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ 2 വർഷമായല്ലോ. 1 വർഷം നമ്മൾ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് വരുമല്ലോ. 365 ദിവസമല്ലേ. എന്ത് പറ്റി മോളെ ഇന്ന് സ്കൂളില്ലാത്തത്? ഇന്ന് മൺഡേ അല്ലേ? പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നു ലൈവ് ഇടണമെന്ന്. നേരത്തെ ഒന്നും കുറച്ച് നാൾ മുമ്പൊന്നും ലൈവ് അങ്ങനെ എല്ലാവരും ഒന്നും സ്ഥിരമൊന്നും ഇടില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നു ലൈവ് ഇടണം, ലൈവ് ഇട്ടാൽ വാച്ചിങ് അവർ കൂടുമെന്ന്. ഞാനും ഇപ്പോൾ അതുകൊണ്ടാണ്, നിങ്ങളൊക്കെ പറയുമ്പോഴാണ്, എല്ലാവരും ഇങ്ങനെ ഡെയിലി കയറുന്ന കാണുമ്പോഴാണ് ഞാനും കൂടി ഒന്ന് ഇടാമെന്ന് വെക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു സത്യത്തിൽ, എനിക്ക് കൂടുതലൊന്നും അറിയില്ല യൂട്യൂബിനെ കുറിച്ച്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാനന്ന് ഇടയ്ക്ക് നിർത്തിയായിരുന്നു. എനിക്ക് 2-3 സ്ഥിര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നേ. അവരെന്നെ ഇങ്ങനെ മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെയും ഞാൻ ഇടാൻ തുടങ്ങി. എനിക്ക് ഇത്തിരി ഇടയ്ക്ക് ഒരു ഗ്യാപ്പൊക്കെ വന്നായിരുന്നു. പിന്നെയും ഞാൻ ഇട്ട് തുടങ്ങിയത്. അത് പറ്റും മോളെ. അത് ഉണ്ടല്ലോ, നമ്മൾ ഒത്തിരി ലോങ് വീഡിയോ ഉണ്ടല്ലോ ഇട്ടാലുണ്ടല്ലോ, ആൾക്കാർ ഫുള്ള് എന്താണേലും നമ്മൾ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കാണത്തില്ല. പക്ഷേ ഇപ്പോൾ അരമണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ വീഡിയോ ഇടുമ്പം കുറച്ച് പേരാണേലും അവർ കാണുമ്പം കുറച്ച് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ കയറും, കുറേശ്ശെ കയറണം. അതേ, നവരാത്രി ആരംഭമാണ് ചേച്ചി. അവിടെ മുംബൈയിൽ അടുത്ത അമ്പലത്തിൽ പോകാറുണ്ടോ? ഞാൻ പോയില്ല ഇന്ന് അമ്പലത്തിൽ. ഇന്നിപ്പം നൊയമ്പ് തുടങ്ങുമല്ലേ, നവരാത്രി നൊയമ്പ്.
മുളെ പറ്റും, നമ്മൾ ചെരിച്ചു പിടിച്ചിട്ടാൽ മതി. മറ്റേ ഇങ്ങനെ കുത്തനെ പിടിക്കുമ്പോൾ ഷോർട്ടായി പോവും. ചെരിച്ചു പിടിച്ചിരിക്കുമ്പോൾ വീഡിയോ ആവും. അത് 2 സെക്കൻഡ് ആണെങ്കിലും ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ ചെയ്യുമ്പം അത് മറ്റേ വീഡിയോയിലായിട്ട് പോകും. നമ്മളത് അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ. മറ്റേ 3 മിനിറ്റ് താഴെ ഉള്ളത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ നമ്മൾ പിടിക്കുവാണെങ്കിൽ അത് ഇത് ആയിട്ട് വരും, എന്താ പറയുക, ഷോർട്ടായിട്ട് പോകും. അല്ലെങ്കിൽ ഇങ്ങനെ 1 സെക്കൻഡേ ഉള്ളെങ്കിൽ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് നമ്മൾ ചെരിച്ച് പിടിച്ചില്ലേ, ചെരിച്ച് പിടിച്ചിട്ടിരുന്നു കേട്ടോ. പൊക്കോളും മോളെ. ഓക്കെ, ഞാൻ വരാം മോളുടെ ലൈവ് കേട്ടോ. ഓക്കെ ബൈ. ഓക്കെ ബൈ മോളെ. എപ്പോഴും 1 സെക്കൻഡ് ആണെങ്കിലും ഇത് കേട്ടോ മോളെ, ലോങ് വീഡിയോ ചെരിച്ച് പിടിച്ചിട്ടാൽ മതി. അപ്പോൾ ലോങ് വീഡിയോ ആവും. അല്ലാതെ ഇങ്ങനെ കുത്തനെ ഇടുമ്പോഴേ അത് ഷോർട്ടിലേക്ക് പോവുള്ളൂ.